കോഴിക്കോട് സെൻറ് ജോസഫ് കോളേജിൻ്റെ 1992-95 കാലഘട്ടത്തിൽ കെമിസ്ട്രി ബാച്ചിൻ്റെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ വളരെ ദൂരെ നിന്നും എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാമേന്ദ്രൻ സാർ, അദ്ദേഹത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട വാക്കുകൾ നമ്മൾ ശ്രവിക്കാനായി വീണ്ടും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സാർ. ഈ അവസ്ഥയിലും നമ്മുടെ ഈ പരിപാടിക്ക് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ജെറി ജോസഫിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെ വിളിക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. പല മേഖലകളിലും ഉന്നത സ്ഥാനം വഹിക്കുന്നവരും സമൂഹത്തിലെ പ്രധാനികളുമാണ് നിങ്ങൾ. എങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടികളാണ്. യൗവനകാലത്ത് തിരിച്ചറിവില്ലാതെയും തിരിച്ചറിവോടുകൂടിയും പലതരത്തിലുള്ള സുഖദുഃഖങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇനിയും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ നടത്തണമെന്നും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളുമെല്ലാം ഊട്ടിയുറപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ വീണ്ടും വീണ്ടും ഒത്തുകൂടണം. പരസ്പര സ്നേഹവും അടുപ്പവും പങ്കുവയ്ക്കണം. ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയലക്ഷ്മി, എന്നെ മനസ്സിലായി. ഞാൻ വരുമെന്ന് കരുതിയ 30 വർഷമായി ഓർക്കാത്ത ദിനങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. തിരക്കുണ്ടോ? അല്പം കഴിഞ്ഞ് പോയാൽ പോരെ. ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത്. എവിടെയാണ് ഇപ്പോൾ? നാഗ്പൂരില്ല, ഒരു കമ്പനിയിൽ MDA വർക്ക്. എത്ര ദിവസം കാണും? 15 ദിവസത്തെ ലീവിലാണ് പോകുന്നത്. തിരക്ക്, മടുത്തു. ഭാര്യ, കുട്ടികൾ, കുടുംബം? ഇല്ല. സോറി. സാരമില്ല. ജയലക്ഷ്മി എന്ത് ചെയ്യുന്നു? അധ്യാപികയാണ്. കുടുംബം? ഒരു മോളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നു. ഭർത്താവ്? ഇല്ല, മരിച്ചുപോയി. എന്തിനാണ് സോറി? മരിച്ചിട്ടില്ല, കൂടെയില്ല. അത് പിന്നെ പറയാം. ജയ, സോറി. ജയലക്ഷ്മി, ഞാൻ പഴയ എനിക്കല്പം സംസാരിക്കാനോ? സ്വസ്ഥമായി മറ്റെവിടെയെങ്കിലും? ഇപ്പോഴോ? നാളെ ആയാലോ? ശരി, നമ്പർ തരൂ. നാളെ കാണണം, കണ്ടേ പറ്റൂ. ജയ ഓർക്കുന്നു ഈ മരത്തിന് ചുറ്റും നമ്മൾ ചിലവഴിച്ച സമയം? അതിന് മറന്നിട്ട് വേണ്ടേ? ഗെറ്റ് ടുഗദറിന് കൂട്ടുകാർ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ചെയ്യായിരുന്നു. ഒറ്റയെടുക്കാൻ സമ്മതിച്ചു. ജെറി വരണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു.
ഞാൻ നാട് വിട്ടിട്ട് അല്ല ഒളിച്ചോടിയിട്ട് ഇന്നേക്ക് 25 വർഷം തികയുന്നു. എനിക്ക് വിഷമമുണ്ട്. ഞാനല്ലേ കാരണം. 5 വർഷം തീവ്രമായി പ്രണയിച്ച ഒരാളിനെ വിട്ടുപിരിയേണ്ടി വന്നത് എൻ്റെ ദുരന്തം. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ആകെ ഉണ്ടായിരുന്നത് ഒരു ഡിഗ്രി മാത്രം. ഞാൻ ഇറങ്ങി വരുമായിരുന്നു. ഏറെ നാൾ വാശി പിടിച്ചതുമാണ്. പക്ഷേ ജെറിയുടെ ജീവന് ഭീഷണി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്തിരിഞ്ഞു. അതാണ് ഉണ്ടായത്. വാശിക്ക് നാട് വിട്ടു ബോംബെയിലെത്തി. കൂട്ടുകാരുമായി ജോലി ചെയ്തു. പടിപടിയായി ഉയർന്നു. ഇപ്പോൾ ഒരു കമ്പനിയുടെ MD-യുമായി. അപ്പോൾ ജെറിയുടെ ഉയർച്ചയുടെ കാരണക്കാരി ഞാനാണെന്ന് പറയാം. കല്യാണം കഴിച്ചില്ലേ? ഇല്ല, കൂടുതലൊന്നും ചിന്തിച്ചില്ല. വേണ്ടെന്ന് വെച്ചു. ഇനി ജയയുടെ കാര്യമായി. എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് ഒരു വലിയ കുടുംബത്തിലേക്കായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കൂടെ ഒളിച്ചോടി. ഇപ്പോൾ അവരൊരുമിച്ച് കഴിയുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ല. ഇന്നലെ സുജിത്ത് സൂചിപ്പിച്ചിരുന്നു. ജോലിയുള്ളത് സമാധാനമായി. മോളുണ്ട്, അവളെ നോക്കണം. എനിക്കേറ്റ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. ഞാനും ഓർക്കാത്ത ദിനങ്ങളില്ല. മനസ്സിൽ വിങ്ങലായിരുന്നു. ജെറി, ജയ, നമുക്ക് ഒന്നിച്ചാലോ? വേണ്ട ജെറി, എനിക്കൊരു മോളുണ്ട്. അവൾ സങ്കടപ്പെടും. അമ്മേ, എനിക്ക് പോവാൻ സമയം. അമ്മ ഇറങ്ങുന്നില്ലേ? അല്പം താമസിച്ചു. അമ്മേ, കുറച്ചു ദിവസം ഞാൻ ശ്രദ്ധിക്കണം. ചോദിക്കട്ടെ? പറയൂ മോളെ. അമ്മയുടെ പ്രസരിപ്പൊക്കെ എവിടെ പോയി? പണ്ട് അച്ഛൻ ഇറങ്ങിപ്പോയപ്പോ അമ്മ ധൈര്യമായി നിന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രായമായി വരികയല്ലേ? അല്ല, അമ്മയുടെ ആത്മവിശ്വാസമൊക്കെ എവിടെ പോയി? ഇപ്പൊ കൂടുതലും മൗനം. ഒന്നുമില്ല മോളെ. നീ എന്താണ് ഇത്ര ഗൗരവമായി ആലോചിക്കുന്നത്? പലതും. ഓ, പഴയ റൊമാൻസ് ഇപ്പം തല പൊക്കിയോ? ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ജയലക്ഷ്മി, ഇന്നലെ നിങ്ങളെ പാർക്കിൽ വെച്ച് കണ്ടെന്ന് ആരോ പറഞ്ഞിരുന്നു. ശരിയാണ്, ഇന്നും കണ്ടിരുന്നു. പാവം ജയലക്ഷ്മി, ഭർത്താവ് മറ്റൊരു സ്ത്രീയും കൊണ്ട് നാട് വിട്ടു. കുടുംബ മഹിമ നോക്കി കിട്ടിയതല്ലേ. ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ യഥാർത്ഥമായി സംഭവിക്കുന്ന പലതും വിശ്വസിക്കാൻ പറ്റാവുന്നതായിരിക്കില്ല. ആ, അങ്ങനെയാവാം. എന്നെ പറ്റി നീ എന്തു പറയുന്നു? നീ ഭാഗ്യവാൻ. ഇഷ്ടപ്പെട്ട പെണ്ണിന് തന്നെ കിട്ടി. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി മോശമില്ല. പിന്നെ എന്താ? തീർന്നോ? പുറമെ നോക്കിയാൽ ശരിയാ, കുട്ടികളില്ല. എത്ര നാൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കും? എല്ലാ വിഷമവും അവൾക്കുണ്ട്. ഞാനൊന്നും പറയാറില്ല. സുജിത്തെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഞാൻ ഇന്നലെ ജയലക്ഷ്മിയോട് കാര്യം അവതരിപ്പിച്ചു. എന്ത്? എന്റെ ആഗ്രഹം വീണ്ടും ഒരുമിക്കാൻ. എന്തു പറഞ്ഞു? അനുകൂലിച്ചില്ല. മോളും എനിക്കവൾ ഇപ്പോൾ അനുയോജ്യമല്ലെന്ന് പറഞ്ഞു. വീണ്ടും സമൂഹത്തിന്റെ വിലക്കുകൾ ഓർത്തു കാണും. ആ, ഞാൻ പണ്ട് ചെയ്തതുപോലെ ആരോടും പറയാതെ തിരിച്ചു പോകേണ്ടി വരും. സങ്കടകരമാണ്. വരട്ടെ, നോക്കാം. ജിഷ്ണു, എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞേ? ജസ്റ്റ് കാണുകയും ചെയ്തു. അത് ശരി, കാര്യം പറയും. അതെങ്ങനെ എളുപ്പം പറയും? ഒരു സിറ്റുവേഷൻ ഒന്ന് സെറ്റ് ആവട്ടെ. നീ മെലോ ഡ്രാമ കളിക്കാതെ കാര്യം പറയും. ഒന്നുമില്ല, ഒരു സന്തോഷ വാർത്ത. ഞാൻ നാട് കൊടുത്തു. എന്താ കാര്യം? എന്തിന്? ഞാൻ അത്ര പേടിത്തോണ്ടല്ലേ. നീ സസ്പെൻസ് കളഞ്ഞ കാര്യം പറയേ. ആ, പറയാം. ഫൈനൽ സെമിസ്റ്റർ സമയത്ത് ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ? അതിലെനിക്ക് കിട്ടി. എവിടെ? ഹൈദരാബാദ്. അപ്പോ എന്നെ വിട്ട് പോകുകയാണോ? ഇല്ല, ഒരു തൽക്കാലത്തേക്ക് മാത്രം. പിന്നെ ഞാൻ വരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി. അത് നടക്കണ കാര്യമാണോ? വീട്ടുകാരൊക്കെ സമ്മതിക്കുമോ? അതൊക്കെ സമ്മതിക്കും, ഉറപ്പാണ്. അമ്മ ഒറ്റയ്ക്കാണോ? അതവർ നേരിട്ടോളും.
എല്ലാം ഇതുവരെ അവർ ഒറ്റയ്ക്ക് നേരിട്ടല്ലേ. അത് പഴയ കഥ. ഇപ്പൊ അമ്മ ആകെ മാറിപ്പോയി. തീരെ പ്രസരിപ്പില്ല. എന്നും എന്തൊക്കെയോ ആലോചനയാണ്. എന്താ കാര്യം? അതെനിക്കറിയില്ല. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ആളായിരുന്നു. സ്വപ്ന, അത് നിന്റെ അമ്മയല്ലേ? അമ്മ പാർക്കിലോ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? വേണ്ട സ്വപ്ന, അവർ സുഹൃത്തുക്കളായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ കണ്ടിരുന്നു. അമ്മ ജിഷ്ണുവിനെ അറിയില്ലേ? നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ഞാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല, അതാണ് കാര്യം. ഓ, അതായിരുന്നു കാര്യം. അമ്മയുടെ മൗനത്തിന്റെ അർത്ഥം പിടികിട്ടി. ആ, അത് ഗെറ്റ് ടുഗദറിന്റെ ബാക്കി പത്രമായിരുന്നു. ആയിരിക്കാം. ഇപ്പോ ഗെറ്റ് ടുഗദറിന്റെ വസന്തകാലമാണ്. പല കുടുംബങ്ങളിലെ പേടി സ്വപ്നവും. ജിഷ്ണുവിന് പേടിയുണ്ടോ? ഏയ്, എന്തിന് പേടിയുണ്ടോന്ന് ചോദിച്ചാ, കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛൻ ഗെറ്റ് ടുഗദറിന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പണ്ടോട്ടെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചില്ലായിരുന്നു. അച്ഛൻ കുറച്ച് റൊമാൻറ്റിക് ആയിരുന്നു. ആ നിലയ്ക്ക് പേടിയില്ലാതില്ല. ജിഷ്ണു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ഒന്ന് തുറന്ന് മനസ്സോടെ ചിന്തിച്ചു. അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? അതിന് നമ്മൾ എന്തിനു എതിർക്കുന്നു? എന്നുവെച്ചാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആന്റിക്ക് എന്നെ മനസ്സിലായോ? എന്നെ ഒന്ന് സഹായിക്കണം. എന്താ മോളെ? അമ്മയ്ക്ക് വലിയ മാറ്റം, ഏറെയും മൗനത്തിൽ. അമ്മ കാര്യമായിട്ട് എന്തോ അലട്ടുന്നുണ്ട്. മോൾക്ക് അങ്ങനെ തോന്നിയോ? അച്ഛനന്ന് ഞങ്ങൾ വിട്ടിട്ട് പോകുമ്പോ എനിക്ക് 5 വയസ്സ്. അമ്മ ഒരിക്കലും വേവലാതിപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയാണ് എന്റെ റോൾ മോഡൽ. ആന്റിക്ക് എന്തെങ്കിലും അറിയോ? കുറച്ച് അറിയോ ആന്റി? സുജിത്തേട്ടനും അമ്മയും ചെറിയങ്കളും ഒരുമിച്ച് പഠിച്ചവരാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. 10 ദിവസം മുന്നേ അവരുടെ ബാച്ചിലെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. ആ, അമ്മ ആക്റ്റീവ് ആയിരുന്നു. അതന്നെ കാരണം. അതെങ്ങനെ? മോൾക്കറിയാമോ, ചെറിയങ്കളും വന്നിരുന്നു. ആ, കുഞ്ഞുനാൾ മുതൽ അച്ഛൻ വഴക്കിടുമ്പോൾ അച്ഛൻ പറയുന്ന പേരായിരുന്നു. അവർ തമ്മിൽ ആത്മാർത്ഥമായി പ്രണയത്തിലായിരുന്നു. ഡിവൈൻ ലവ് എന്നും പറയാം. വീട്ടുകാർ അവരെ ഭീഷണിപ്പെടുത്തി. പാവപ്പെട്ടവനായതുകൊണ്ട് പിന്നീട് പിൻവാങ്ങി. അങ്കിൾ ഇപ്പോൾ എവിടെയാണ്? ഉത്തരേന്ത്യയിലെ വലിയ കമ്പനിയിലെ MD ആണ്. വലിയ നിലയിലാണ്. മനസ്സിലായി. ഇനി ഞാൻ നോക്കിക്കോളാം. ശരി ആന്റി, പോയിട്ട് വരാം. മേഷുണ്ടല്ലോ. മാഷ് ടോക്കൺ മുഴുകിയിരിക്കും. പുള്ളിക്ക് വരും. ബഹുമാനമൊക്കെ പുള്ളിന് മതി. ഇരിക്കും. നിങ്ങൾ വന്നത് നന്നായി. ചില കുട്ടികൾ, അതേപോലെ തന്നെ ചില സുഹൃത്തുക്കൾ, ചില ബന്ധുക്കൾ, ഇവരൊക്കെയാണ് എൻ്റെ ജീവിതം വിരസമാകാതിരിക്കുവാനുള്ള പ്രധാന കാരണം. സർ, മറ്റാരും ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, വേലക്കാരനും വേലക്കാരിയുണ്ട്. സർ, മറ്റാരെങ്കിലും? ഭാര്യ മരിച്ചു. മക്കൾ 2 പേരും അമേരിക്കയിലാണ്. അവരിനി ഇങ്ങോട്ട് വരുന്ന കാര്യം സംശയമാണ്. വർത്തമാനകാല മലയാളികളുടെ കുടുംബജീവിതം കൂടുതലും ഇങ്ങനെയാണ്. സാർ, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. എന്താ ജലിക്ക് മുഖത്തൊരു വിഷമം? സാറത് മനസ്സിലാക്കിയല്ലേ? ഞാൻ എത്ര കണ്ടത്. ബാക്കി ഞാൻ പറയാം സാർ. ഇവനും ജയലക്ഷ്മി തമ്മിൽ ഒടിഞ്ഞ പ്രേമത്തിലായിരുന്നു. പഴയ കോളിലൊക്കെ ശിക്ഷിച്ച പ്രണയ ജോഡികൾ.
ഭിന്നജാതി, മതം. എനിക്കറിയാം, ഞാൻ ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാക്കി കൂടി പറയൂ, ഇത് മാത്രമല്ലല്ലോ, എല്ലാം പറയണല്ലോ. മടിക്കണ്ട, പഴയ റൊമാൻസ് ഒന്നിക്കാൻ ഒരു സാധ്യത, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. ഞാൻ സംസാരിച്ചു. തടസ്സം ജയലക്ഷ്മി മാത്രം, മകളും പിന്നെ സമൂഹവും. സമൂഹം പോകാൻ പറ. സമൂഹത്തിന് വാർത്തകളിലാണ് താല്പര്യം. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. സാറിന് ഇനി എന്തെങ്കിലും? തീർച്ചയായും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ എന്നെ സമീപിച്ചിരുന്നു. അതായത് മറ്റാരുമല്ല, ജയലക്ഷ്മിയുടെ മകളും സുഹൃത്തും എന്നെ വന്നു, കണ്ടു, സംസാരിച്ചു. ശരി സാർ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. സാർ, ഇനി സാറിനെ എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ മാത്രം തീരുമാനിക്കുന്നതല്ലല്ലോ. ഇത് പുതിയ ദിനമാണ്, സമാഗമത്തിന്റെ ദിനം. ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. വളരെ സന്തോഷം. ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് ഒരു കെട്ടുമധുരം. എന്താ ചെറിയേട്ടനും ജയ്യും പണ്ട് കണ്ട സ്വപ്നം ഇപ്പോഴാണ് സഫലമാകുന്നത്. കാരണമായത് 92-95 ബാച്ചിലെ ഗെറ്റ് ടുഗദർ തീർന്നില്ല. പിന്നിൽ പണിയെടുത്ത അണിയർക്കാർ ഇവരാണ്, ജിഷ്ണുവും സ്വപ്നയും. ഞങ്ങൾ പുതുതലമുറയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിവുന്നു. അമ്മയുടെ മൗനം കണ്ടപ്പോഴേ എനിക്ക് കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ഞാനാണ് ഇവരുടെ ചുറ്റികളിലൊക്കെ കണ്ടുപിടിച്ചത്. അത് നന്നായി. ഒരു യുവാവ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് ഞാനും കണ്ടിരുന്നു. സ്വപ്ന സൂപ്പർ തന്നെയാണ്. ഇവളാണ് പിന്നിൽ നിന്ന് ചരട് വലിച്ചത്. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു മാത്രം. എൻ്റെ മകളല്ലേ, ഇനി നിങ്ങളുടെ കാര്യം. അത് ഞങ്ങൾ ഏറ്റു. അമ്മേ, മോളെ, നല്ലത് വരട്ടെ. എന്താ പക്ഷേ ഓ, അത് കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം നമുക്ക് ഇവിടെ ഒരു തീരുമാനമാക്കിയിട്ട് പിരിയുന്നതല്ലേ നല്ലത്. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തില് ഒരുമിച്ച് പോവുക, കുട്ടികൾക്ക് ഒരു മാതൃകയാവുക എന്നുള്ളതല്ലേ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക, പോവുക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ജീവിതത്തിൽ നേരുന്നു.